ഒരു കുഞ്ഞിന്റെ ചിരി ഒരു വീടിന്റെ സന്തോഷമാണ്. ഒരു കുഞ്ഞിന്റെ കളികൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. പക്ഷേ നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കഥ അതൊരു കുഞ്ഞിന്റെ കഥ മാത്രമല്ല, കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു വേദനയുടെ കഥയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കുഞ്ഞിന്റെ അവസാന ദിവസങ്ങളെക്കുറിച്ചാണ്. അവൻ അനുഭവിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്ന വേദനയെക്കുറിച്ചാണ്. അവന് ലഭിക്കാതെ പോയ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഒടുവിൽ അവന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ഷംലു ഡിക്കോഡ്സ്. ഷംലു ഹിയർ. അർഷിദ് ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പ്രായം. അമ്മയെ ചേർത്ത് പിടിക്കാനും കളിപ്പാട്ടങ്ങളുമായി കളിക്കാനും ചിരിക്കാനും കരയാനും മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിന്റെ ജീവിതം വളരെ പെട്ടെന്ന് ദുരന്തത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ചുള്ളിമാനൂർ പാറക്കുളി സ്വദേശിയായ അഖിലയായിരുന്നു അർഷിദിന്റെ അമ്മ. അഖിലയെ ആദ്യം വിവാഹം കഴിച്ചത് അഖിൽ എന്ന യുവാവായിരുന്നു. 2 വർഷം മുമ്പ് അഖിൽ മരണപ്പെട്ടു. ആ സമയത്ത് അഖിൽ ഗർഭിണിയായിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരുമായി സഹകരണം കുറവായിരുന്ന അഖില കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാറി താമസിച്ചു. ഇതിനിടയിലാണ് അഷ്കർ എന്ന യുവാവിനെ പരിചയപ്പെടുന്നതും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നതും. ആദ്യകാലത്ത് കുഞ്ഞിനോട് വലിയ സ്നേഹം കാണിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുഞ്ഞിനെ കയ്യിലെടുക്കും, നടക്കും, ഭക്ഷണം കൊടുക്കും, എല്ലാവരുടെയും മുൻപിൽ സ്നേഹമുള്ള ഒരാളായി പെരുമാറും. അത് കണ്ടപ്പോൾ കുടുംബത്തിനും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സമയം കടന്നുപോയപ്പോൾ ചില കാര്യങ്ങൾ മാറി തുടങ്ങി. കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറിയ പരിക്കുകൾ കണ്ടു തുടങ്ങി. പിന്നീട് ഒരു ദിവസം കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞു. സൈക്കിളിൽ നിന്ന് വീണതാണ് എന്നാണ് വിശദീകരണം നൽകിയത്. എന്നാൽ അമ്മൂമ്മയായ റീനയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുഞ്ഞ് വീണാൽ കൈയൊടിയാം, അത് സ്വാഭാവികമാണ്. പക്ഷേ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ സംശയം സൃഷ്ടിച്ചു. അവർ പോലീസിനെ സമീപിച്ചു, കാര്യം പറഞ്ഞു. കുഞ്ഞിനെ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ നോക്കിക്കോളാം, എന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരൂ എന്നവർ അപേക്ഷിച്ചു. പക്ഷേ നിയമപരമായി കുഞ്ഞ് അമ്മയുടെ സംരക്ഷണത്തിലായതിനാൽ അമ്മൂമ്മയ്ക്ക് കൈമാറാൻ സാധിച്ചില്ല. ഈ അമ്മൂമ്മയുടെ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ വേദന നിറഞ്ഞത് ഒരു കാര്യമായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നുമോൻ സുരക്ഷിതനായിരുന്നു. ഇവിടെയാണ് ഈ കഥ കൂടുതൽ വേദനാജനകമാകുന്നത്. കാരണം പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ദിവസങ്ങളിൽ കുഞ്ഞ് ക്രൂരമായ മർദ്ദനത്തിനിരയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നോ? അവൻ സഹായത്തിനായി കൈ നീട്ടിയിട്ടുണ്ടാകുമോ? അവന്റെ വേദന ആരെങ്കിലും കേട്ടിട്ടുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ട്. പിന്നീടെത്തിയത് ആ നിർണായക ദിവസമാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചു. കുടുംബത്തിലുള്ളവരെയും അങ്ങനെയാണ് അറിയിച്ചത്. പക്ഷേ ആശുപത്രിയിലെത്തിയ കുഞ്ഞു മരിച്ചു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാർക്കും പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയ വിദഗ്ധർക്കും സംശയം തോന്നി. കാരണം കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ സാധാരണ ഒരു അപകടത്തിന്റെ ഭാഗമായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കുഞ്ഞിന്റെ ശരീരത്തിൽ 50-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചിലത് പഴയ മുറിവുകൾ, ചിലത് പുതിയ മുറിവുകൾ, കൈകാലുകളിലെ ഒടിവുകൾ, ജനനേന്ദ്രിയത്തിലെ പരിക്കുകൾ, മുഖിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള പൊള്ളലേറ്റ പാടുകൾ, ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ കണ്ടെത്തലുകളാണ് കേസിന്റെ ദിശ പൂർണ്ണമായി മാറ്റിമറിച്ചത്. അന്വേഷണം കൊലപാതകത്തിലേക്ക് നീങ്ങി. തുടർന്ന് പോലീസ് അഷ്കറിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്ന് അയാൾ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും പറഞ്ഞു. എന്നാൽ ഇതിലും ഭയാനകരമായ ആരോപണങ്ങൾ പുറത്തു വന്നു. കുഞ്ഞിനെ ഭിത്തിയിൽ തലയിടിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇത് കേട്ടപ്പോൾ കേരളം മുഴുവൻ നടുങ്ങി. കാരണം ഇവിടെ ഇരയായത് ഒരു മുതിർന്ന ആളല്ല, ഒരു കുറ്റവാളിയല്ല, സ്വയം രക്ഷപ്പെടാൻ പോലും കഴിയാത്ത 1.5 വയസ്സുകാരനാണ്. അവന്റെ കണ്ണീരിന് സാക്ഷികളില്ല, അവന്റെ വേദനയ്ക്ക് ശബ്ദമില്ല, അവന്റെ ഭയത്തിന് സാക്ഷ്യം പറയാൻ ഇന്നും അവൻ ജീവനോടെയില്ല. ഏറ്റവും പ്രബുദ്ധമാണെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
നമ്മുടെ കേരള സമൂഹം, നമ്മുടെ യുവാക്കൾ സഞ്ചരിക്കുന്ന പാത എങ്ങോട്ടാണ്? അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഷംലു ഡി കോട്സ് സൈനിങ് ഓഫ്.